ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കൊല്ലത്തുള്ള അഡ്വഞ്ചർ പാർക്കിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ സാമ്പ്രാണിക്കൂടി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? ആ ദിവസം തന്നെ ഞങ്ങൾ അടുത്ത അഡ്വഞ്ചർ പാർക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ ഒരു വട്ടം വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇവിടെ ഒരാൾക്ക് 24 രൂപയാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത്. മോന് ടിക്കറ്റ് എടുക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഇതുപോലെ ഇറങ്ങി പോകാനായിട്ട് സ്പേസ് ഉണ്ട്. പിന്നെ മുകളിൽ അതേ ഇങ്ങനെ ഇരിക്കാൻ സ്പേസ് ഉണ്ട്. കുറച്ചുകൂടി അതൊക്കെ ഒന്ന് നീറ്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും എന്ന് തോന്നി കേട്ടോ. പക്ഷേ നമുക്ക് കുറേ നേരം വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത്. ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയും ചെയ്യാം, കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം. പിന്നെ പാർക്കുണ്ട്. പിന്നെ അല്ലാണ്ട് ഈ ജിമ്മ് പോലുള്ള സംഭവങ്ങൾ, നമ്മൾ ജിമ്മിലുള്ള ചെറിയ ചെറിയ എക്യുപ്മെൻറ്റ്സ് പോലത്തെ ഇതുപോലെ പബ്ലിക്കായിട്ട് വച്ചേക്കുന്നതുകൊണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ ഒരു മരം കണ്ടോ? ഈ ഒരു മരത്തിൽ അതിലുള്ള കായൊന്നും എടുക്കരുത്, വിഷമാണെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഇങ്ങനെ ഒരു ടണലുണ്ട് കേട്ടോ. ടണൽ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ അപ്പുറത്ത് കാണാൻ പറ്റും. അതാ എന്നോട് അവൻ പറയുന്നത്. എന്നിട്ട് അവൻ പറഞ്ഞു അതിനകത്തോട്ട് ഞാൻ കയറട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, കാര്യം ഇനി കയറി അവൻ പകുതി വരെ എത്തുമ്പോൾ പേടിക്കും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരത്തില്ല, അങ്ങോട്ട് വരത്തില്ല. ഞാൻ പറഞ്ഞ റിസ്ക് എടുക്കണ്ട, പോകണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് ഇനി വല്ലതും ഉണ്ടെങ്കിലും അറിയാനും പറ്റത്തില്ലല്ലോ. നല്ലൊരു അടിപൊളി ആംബിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാൻ ഫോട്ടോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. കണ്ടോ, ഇങ്ങനെ മുളയുടെ ഫോട്ടോ ഉണ്ട്. അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വേണമെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ അവിടെ നിന്ന് ഒരു ഊഞ്ഞാലുണ്ടപ്പോഴേക്കും മോൻ ഇവിടെ നിന്ന് ഊഞ്ഞാലൊക്കെ ആടി. ഈ ഒരു സമയം പോകുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ ഒരു വൈകിട്ട് സമയത്ത്, ഉച്ചയ്ക്കൊക്കെ വെയിലായിരിക്കും, എന്നാലും ഇവിടെ മരങ്ങളുള്ളത് കൊണ്ട് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. കണ്ടോ, പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് വെക്കേഷൻ ടൈം ആയ സമയത്താണെന്ന് തോന്നുന്നു. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട്. പിന്നെ ഇതിനടുത്ത് കായലാണ് കേട്ടോ. കായൽ, അതിനടുത്ത് ബ്രിഡ്ജുണ്ട്, അതിന് മുകളിലൂടെ വണ്ടി പോകും. ഈ കായൽ എനിക്ക് തോന്നുന്നു അഷ്ടമുടി കായൽ തന്നെയാണെന്ന് തോന്നുന്നു. നമ്മുടെ സാമ്പ്രാണിക്കൂടി പോയില്ലേ, ആ കായൽ തന്നെയാണെന്നാണ് തോന്നുന്നത്. എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല കേട്ടോ. പിന്നെ ആ ഒരു വൈകിട്ട് സമയം നല്ല രസമുണ്ട്. ഇവിടെ കുറേ സ്റ്റാച്യു ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഒന്നും എനിക്കറിയത്തില്ല. നമ്മുടെ ഈ ശംഖുമുഖത്തും അങ്ങനെയൊക്കെ കുറേ സ്റ്റാച്യൂസ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മീനിങ് നമുക്കറിയത്തില്ല. എന്തൊക്കെയോ സ്റ്റാച്യു, അതുപോലെ കുറേ സ്റ്റാച്യു ഇവിടെയുണ്ട്. പിന്നെ കഴിഞ്ഞ വട്ടം നമ്മൾ വന്നപ്പോൾ കണ്ടതിനേക്കാളും കുറച്ചുകൂടി നല്ല കളിക്കാനുള്ള ഐറ്റംസ് കുഞ്ഞു പിള്ളേർക്കുള്ളതൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഈ വെള്ളം പോലെയുള്ള സംഭവമല്ലേ, അതിനകത്ത് കയറാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ശരിക്കും ഇവർക്ക് കയറിയിരുന്ന് കളിക്കായിരുന്നു. ഇനി അടുത്തിന് എപ്പോഴേലും വരുമ്പോൾ അവനെ കയറ്റണം. അവനത് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. പക്ഷേ നടക്കുമെന്ന് അറിയില്ല, ഇവരുടെ വെയിറ്റിന് കൊച്ചു പിള്ളേർക്ക് പറ്റുള്ളൂ തോന്നുന്നു. ചെറുതിൽ ഇവനെ കയറ്റിയിട്ടുമില്ല. പക്ഷെ ഇപ്പം എനിക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, ഈ വെയിറ്റിന് കയറാൻ പറ്റുമെന്നുള്ളത് അറിയത്തില്ല. അവൻ 5 വയസ്സ് കഴിഞ്ഞല്ലോ. കണ്ടോ, ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെ ഇരിക്കാനുള്ള കുറച്ച് സ്പേസുകളുണ്ട് ആ ഒരു കായലിനടുത്തോട്ട് തന്നെ. അങ്ങനെ നല്ല രസമാണ് ആ ഒരു സ്ഥലത്തേക്ക്. പിന്നെ മോനാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് നിൽക്കി എന്ന് പറയുന്നുണ്ടായിരുന്നു. കാര്യം അവന് ഇതിനകത്ത് കയറി കളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പം ടോയ്ലറ്റിൻ്റെയൊക്കെ സ്ഥലം മാറ്റി അങ്ങ് ദൂരെയാണ് കേട്ടോ ടോയ്ലറ്റ്. അവിടെ എങ്ങാണ്ട പഴയ ടോയ്ലറ്റിൻ്റെ പണി എങ്ങാണ്ട് നടക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ കുറച്ച് സംഭവങ്ങൾ കണ്ടോ, നമ്മുടെ ജിമ്മിലൊക്കെ കാണുന്ന പോലത്തുള്ള എക്യുപ്മെൻറ്റ്സ് ഇവിടെ കാണുന്നത് കണ്ടോ. അങ്ങനെ കഴിഞ്ഞ വട്ടം വേറെയും സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന്, അതൊന്നും ഇത്തവണ കണ്ടില്ല. നമ്മുടെ ഈ ബാബലിനകത്ത് ഇതുണ്ടല്ലോ, ഡിസ്ക് ഇട്ടിട്ട് നമുക്ക് ഡെഡ് ലിഫ്റ്റും അതും ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ ഒരെണ്ണം വർക്കിംഗ് ആണ്, ഒരെണ്ണം വർക്കിംഗ് അല്ല. അപ്പം ഞാനത് ശ്രദ്ധിച്ച് നോക്കുമായിരുന്നു കേട്ടോ. അതിനിടയിലാണ് ഇവിടെ പിള്ളേർ ഈ പരിപാടി കാണിക്കുന്നത് കണ്ടത്. കൊള്ളാം, പറ്റുന്നവർക്ക് കൊള്ളാം. അത് ഈ ഒരു സംഭവത്തിൽ കയറാൻ എൻ്റെ മോന് പേടിയാണ്. ഇടയ്ക്കൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റേതിലൊന്ന് ഒരു കുട്ടി ഇറങ്ങി കൊടുക്കാത്തത് കൊണ്ട് അവൻ്റെ ഇതിനിടയിലുള്ള മണലൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കിയാണ്. എനിക്കത് കണ്ടപ്പോൾ സങ്കടം വന്നു കേട്ടോ. ആ ഒരു കുഞ്ഞി കൈ കൊണ്ട് അതൊക്കെ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കും അവൻ ഇവനോട് പോയി ഇറങ്ങുന്ന കാര്യമൊക്കെ ചോദിച്ചപ്പം വിട്ടുകൊടുത്തില്ലായിരുന്നു. പിന്നെ അവൻ പോയപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞു വന്ന് കയറ്, അവൻ പോയി എന്ന് പറഞ്ഞിട്ട് കയറ്റി. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. എന്തോ എനിക്ക് ഇങ്ങനത്തെയൊക്കെ കാര്യം കാണുമ്പോഴത്തേക്കൊക്കെ ഭയങ്കര സങ്കടം തോന്നും. എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എനിക്കൊരു വിഷമം തോന്നും. കാര്യം പണ്ടും എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ ഒന്നും പരിഗണിക്കാത്ത സ്ഥലങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ഓർക്കുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മളും ആ ഒരു കായലിൻ്റെ സൈഡിലായിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സ്പേസിൽ ഞങ്ങളും വന്നിരുന്നു. പക്ഷെ കുറച്ചുകൂടെ മുന്നേ വന്നിരുന്നെങ്കിൽ ഇവിടെ ഈ കൊക്കൊക്കെ പറന്നിങ്ങനെ വരുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാമായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇങ്ങോട്ട് ഞാൻ എത്തിയില്ലായിരുന്നു.
അതൊക്കെ പറന്ന് ആ ബ്രിഡ്ജിന് അടിയിൽ കുറച്ച് സ്പേസ് ഉണ്ട്, അവിടെ വന്ന് ഇരിക്കുമായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാം പറന്നെത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു അന്തരീക്ഷം കാണാനായിട്ട് നല്ല രസമുണ്ട്. പിന്നെ എന്താ, കുറേ നേരം അവിടെ ഇരുന്നു. അപ്പോഴേക്കും കാണാം ഒരാൾ കുറച്ച് മഞ്ചാടിക്കുരു കൊണ്ട് കാണിച്ചു. അവൻ തന്നെ പോയി അവിടെ നിന്ന് കളക്ട് ചെയ്തെടുത്താണ്. ഒരു 5-6 ഉള്ളൂ കേട്ടോ, അധികമൊന്നും ഞാൻ എടുക്കാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഇവിടെ പരുന്തൊക്കെ പറക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളിതേ തിരിച്ചു കേട്ടോ. അത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. കുറച്ച് നേരം അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.